2018 മെയ് മാസം കേരളത്തിൽ നിപ്പ ബാധയേറ്റ് മരണപ്പെട്ടത് 18 പേർ. കോഴിക്കോട്ട് ചെങ്ങരോത്ത് എന്ന ഗ്രാമമായിരുന്നു പകർച്ചവ്യാധിയുടെ ഉറവിടം. മെയ് മാസത്തിൽ സംസ്ഥാനത്ത് ആദ്യമായി നിപ്പ വൈറസിൻ്റെ ആക്രമണമുണ്ടായതായി പൂനെയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിരീകരിക്കുന്നു. പഴംതീനി വവ്വാലുകളിൽ നിന്നാണ് രോഗം മനുഷ്യരിലേക്ക് പകർന്നതെന്നും സർക്കാർ സ്ഥിരീകരണം. നിപ്പ വൈറസ് ബാധയും മരണങ്ങളും ജനങ്ങളിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. നിപ്പയെ ഓർത്ത് ഇങ്ങനെ പേടിക്കേണ്ടതുണ്ടോ? മുൻകരുതലുകളും പ്രതിരോധ മാർഗങ്ങളും സ്വീകരിച്ചാൽ ആശങ്കപ്പെടാനില്ലെന്ന് വിദഗ്ധർ പറയുന്നു. അതെ, നിപ്പ വൈറസിനെ അറിയാം, പരിഭ്രാന്തരാവാതെ പ്രതിരോധിക്കാം. മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിലേക്കും അവയിൽ നിന്ന് മനുഷ്യരിലേക്കും പകരാവുന്നതാണ് നിപ്പ വൈറസ്. വവ്വാലുകളിൽ നിന്നോ പന്നികളിൽ നിന്നോ ആണ് മനുഷ്യരിലേക്ക് പകരാൻ സാധ്യത കൂടുതൽ. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും വൈറസ് ബാധയുണ്ടാകും. 75% വരെയാണ് നിപ്പ ബാധിച്ചുള്ള ആഗോള മരണനിരക്ക്. രോഗബാധയുള്ളവരുമായി അടുത്തിടപഴകുന്നതും വൈറസ് ബാധയ്ക്ക് കാരണമാകാം. ഉമിനീരടക്കമുള്ള സ്രവങ്ങളിലൂടെയാണ് പ്രധാനമായും വൈറസ് ബാധിക്കുന്നത്. വൈറസ് ബാധയുള്ളവരുടെ 1 മീറ്ററോളം ചുറ്റുപാടിൽ വായുവിലൂടെയും വൈറസ് വ്യാപനമുണ്ടാവാം. ആയിരത്തി 1998 മലേഷ്യയിലാണ് നിപ്പ വൈറസ് ബാധ കണ്ടെത്തിയത്. കാടുകൾ വരണ്ടുണങ്ങിയതിനെ തുടർന്ന് മൃഗങ്ങളും പക്ഷികളും വവ്വാലുകളും കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി. അധികം വൈകാതെ മലേഷ്യയിലെ പന്നി ഫാമുകളിൽ അജ്ഞാതമായ രോഗം ബാധിച്ചു. പന്നികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങി. പിന്നീട് സമാന രോഗം മനുഷ്യരെയും ബാധിച്ചു. രോഗബാധിതരായ 200ഓളം പേരിൽ 100ലേറെ ആളുകൾ മരിച്ചു. തുടർന്ന് നടന്ന പരിശോധനകളിലാണ് അസുഖകാരിയായ വൈറസിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. മലേഷ്യയിലെ നിപ്പ എന്ന സ്ഥലത്ത് ആദ്യം കണ്ടെത്തിയതിനാലാണ് വൈറസിന് നിപ്പ എന്ന പേര് വന്നത്. കോഴിക്കോട് പേരാമ്പ്ര ചെങ്ങരോത്ത് പഞ്ചായത്തിലെ സൂപ്പിക്കടയിൽ ഒരു വീട്ടിലെ 3 പേർ പനി ബാധിച്ച് മരിച്ചതോടെയാണ് വൈറസ് ഭീതി കേരളത്തിലേക്കും വ്യാപിക്കുന്നത്. വീട്ടിലെ മുയലിൽ നിന്നുണ്ടായ അപൂർവ വൈറസ് ബാധയെ തുടർന്നാണ് മരണമെന്നായിരുന്നു നിഗമനം. ഏത് വൈറസാണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞിരുന്നില്ല. മെയ് 5-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന സാബിത്താണ് വൈറസ് ബാധയെ തുടർന്ന് ആദ്യം മരിച്ചത്. പിന്നാലെ സാബിത്തിന്റെ കുടുംബത്തിലെ 3 പേർ സമാന രോഗലക്ഷണങ്ങളോടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സ തേടി. പേഷ്യൻ്റെ ലക്ഷണങ്ങളൊക്കെ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു വൈറൽ അണുബാധയുടെ ലക്ഷണങ്ങളായിരുന്നു. പക്ഷേ യൂഷ്വലായിട്ടുള്ള വൈറൽ അണുബാധയെ കാണാത്ത പല വ്യത്യാസങ്ങളും രോഗിയിൽ കാണുകയും അതേപോലെ തന്നെ രോഗിയുടെ ബ്രദർ 2 ആഴ്ച മുമ്പേ മരിക്കുകയും ചെയ്തപ്പോഴാണ് ഇതിനകത്ത് നമുക്ക് എന്തോ ഒരു ഗുരുതരമായ രോഗമാണ്, ഗുരുതരമായ ഒരു വൈറസ് അണുബാധയാണെന്നുള്ള സംശയം നമുക്കുണ്ടായത്. അതേപോലെ തന്നെ ഇത് സാധാരണ രീതിയിലല്ലാത്ത വൈറൽ അണുബാധയാകുമ്പോൾ നമുക്ക് ഇതേമാതിരിയുള്ള സാധാരണ വൈറോളജി ലാബുകളിലോ സാധാരണ രീതിയിലുള്ള ലാബുകളിലോ റിപ്പോർട്ട് നമുക്കത് ഏത് ടൈപ്പുള്ള വൈറസാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ കുടുംബക്കാരുടെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് അവരെ വീട്ടിൽ ഈ മുമ്പത്തെ രോഗിയായിട്ട് മരിച്ച ആളുമായിട്ട് ഇടപഴകിയ 3 ആൾക്കും കൂടെ പനിയുണ്ടെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ അവരെ നമ്മൾ പരിശോധിച്ചു, ഇവിടെ അഡ്മിറ്റാക്കി. അപ്പം ഇതിനകത്ത് 2 ആൾക്കാർ മൂസയും മറിയയും വൈകുന്നേരം ആകുമ്പോഴേക്ക് രോഗം അവരതും മോശമാവുകയും നമ്മൾ അവരുടെ അടുത്ത് നിന്ന് അപ്പം തന്നെ അവരതും ഇതേമാതിരി രക്തത്തിൻ്റെയും തുപ്പലിൻ്റെയും മൂത്രത്തിൻ്റെയും ഈ മറ്റേ തലച്ചോറിലെ നീരിൻ്റെ സാമ്പിൾ കളക്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഈ രോഗലക്ഷണങ്ങൾ നമ്മളെല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തപ്പം നമ്മൾ പ്രത്യേകിച്ച് ഡോക്ടർ ജയകൃഷ്ണൻ്റെ ഒരു ഇൻപുട്ട് വെച്ചിട്ട് നമുക്കൊരു നിപ്പ വൈറസിൻ്റെ പല ലക്ഷണങ്ങളാണ് കാണുന്നുണ്ടായിരുന്നത്. സാബിത്ത് മരിച്ച 13 ദിവസത്തിന് ശേഷം സഹോദരൻ സ്വാലിഹും മരണത്തിന് കീഴടങ്ങി. അടുത്ത ദിവസം കുടുംബാംഗം മറിയവും മരിച്ചു. ഇതോടെ നാട് രോഗഭീതിയിലായി. 3 മരണങ്ങൾ ഉണ്ടായതോടെയാണ് ആരോഗ്യവകുപ്പും വൈറസ് വ്യാപനത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയത്. അടുത്ത ദിവസം തന്നെ കോഴിക്കോട് ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു. മണിപ്പാൽ സെന്റർ ഫോർ വൈറസ് റിസർച്ചിലെ സംഘവും ചങ്ങരോത്തെത്തി. മരണമുണ്ടായ വീട്ടിൽ പിന്നീട് നടത്തിയ പരിശോധനയിൽ കിണറിൽ വവ്വാലിന്റെ സാന്നിധ്യം കണ്ടെത്തി. വരും ദിവസങ്ങളിൽ കോഴിക്കോടും മലപ്പുറത്തുമായി നിപ്പ ലക്ഷണങ്ങളോടെ വീണ്ടും മരണങ്ങളുണ്ടായി. മരിച്ചവരുടെ ആന്തരിക സ്രവം പൂനെയിൽ വൈറോളജി പരിശോധനയ്ക്ക് വിധേയമാക്കി നിപ്പ വൈറസ് സ്ഥിരീകരിച്ചത് ഞായറാഴ്ചയാണ്. സ്വകാര്യ ആശുപത്രിയിൽ വെച്ചിട്ട് നമ്മൾ അയച്ചിട്ടുള്ള 3 സാമ്പിളിലും നിപ്പ വൈറസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിൻ്റെ റിപ്പോർട്ട് അല്പം മുമ്പ് നമുക്ക് ലഭിച്ചു.
ടെസ്റ്റിങ്ങിനൊക്കെയുള്ള സംവിധാനങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സാമ്പിൾ മണിപ്പാലിലേക്ക് വേഗം തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും, കാരണം ഡിസീസ് കൺഫേം ചെയ്ത് നമ്മൾ സ്ഥിരീകരിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക്. ഈ അസുഖത്തിന് വാക്സിൻ ഇല്ല, സ്പെസിഫിക് ആയിട്ട് ഉള്ള മരുന്നുകളും ഇല്ല. പക്ഷേ സാധാരണ ബാക്കിയുള്ള വൈറൽ രോഗങ്ങൾ പോലെ നമ്മൾ മാനേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനുഷ്യനെ കൊല്ലുന്ന നിപ്പ വൈറസിന്റെ സാന്നിധ്യം അറിയാൻ വൈകിയത് മരണസംഖ്യ കൂട്ടി. പേരാമ്പ്ര ആശുപത്രിയിൽ ഒരേ കാലയളവിൽ വിവിധ ആവശ്യങ്ങൾക്കെത്തിയവരാണ് ആദ്യം മരിച്ച 6 പേരും. വൈറസ് ബാധിതനെ പരിചരിച്ച പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെ താൽക്കാലിക നഴ്സ് ലിനിയും മരിച്ചു. ആതുര സേവന രംഗത്ത് അർപ്പണബോധത്തോടെ പ്രവർത്തിച്ച് ജീവൻ ത്യജിച്ച ലിനി മാലാഖമാരിലെ ദീപ്ത സ്മരണയായി. അതേസമയം ആരോഗ്യ പ്രവർത്തകരിലടക്കം ആശങ്ക വർദ്ധിപ്പിക്കുന്നതുമായി ലിനിയുടെ മരണം. നിപ്പ സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് ബോധവൽക്കരണ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ആരോഗ്യമന്ത്രിയും വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും കോഴിക്കോട്ടെത്തി ക്യാമ്പ് ചെയ്തു. വളരെ ദ്രുതഗതിയിലുള്ള ഇടപെടൽ നടത്തി പരിസര പ്രദേശത്തുള്ള ആശുപത്രികളെല്ലാം സജ്ജമാക്കി, മെഡിക്കൽ കോളേജ് സജ്ജമാക്കി, പ്രത്യേക ഐസൊലേഷൻ വാർഡുകളും പ്രത്യേക OP സംവിധാനങ്ങളും എല്ലാം ഉണ്ടാക്കി. ഞങ്ങൾ ഇന്നും ഇപ്പോൾ വൈകുന്നേരം അതിൻ്റെ അവലോകന യോഗം ഇപ്പോൾ നടത്തുകയാണ്. ഒരു സൂപ്രണ്ടുമാരെയെല്ലാം വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അപ്പോൾ വലിയ ഇടപെടൽ നടത്തി നമുക്കധികം സ്പ്രെഡ് ചെയ്യാതെ ഇത് മറ്റ് പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാതെ സംരക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കരുതുന്നത്. നമ്മുടെ കൺട്രോളിലാണ് എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോൾ കരുതുന്നത്. എന്നാൽ ഇവരുമായി കോണ്ടാക്റ്റ് ഉള്ള ആളുകളെ നമ്മൾ വീണ്ടും കടുത്ത നിരീക്ഷണത്തിന് വിധേയരാക്കിക്കൊണ്ട് കൂടെ നിർത്തുകയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇനി പാലിക്കേണ്ടുന്ന, ഇപ്പോൾ നമ്മുടെ ഒരു പ്രോട്ടോക്കോൾ അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി വിദഗ്ധമായിട്ടുള്ള ഏതെങ്കിലും സമീപനം കൈക്കൊള്ളണമെങ്കിൽ അത്തരം നിർദ്ദേശവും നമുക്ക് ഇപ്പോൾ NCDCയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏകോപിച്ച് ഇപ്പോൾ നിപ്പയെ അമർച്ച ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നു. കേന്ദ്ര സംഘവും എയിംസിൽ നിന്നുള്ള വിദഗ്ധ സംഘവുമെല്ലാം ചെങ്ങരോത്തെത്തി. മൃതദേഹങ്ങളിൽ നിന്നും രോഗം പകരാമെന്നതിനാൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് വിട്ടുനൽകാതെ ആരോഗ്യവകുപ്പ് തന്നെ അവ സംസ്കരിക്കുകയായിരുന്നു. ഇനി വേണ്ടത് നിപ്പയെ പ്രതിരോധിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കലാണ്. നിപ്പ വൈറസ് ബാധിച്ചാലും ലക്ഷണങ്ങൾ കാണാൻ 14 ദിവസം വരെ എടുക്കാം. പനി, തലവേദന, തലകറക്കം, ബോധക്ഷയം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ചുമ, വയറുവേദന, ഛർദി, ക്ഷീണം, കാഴ്ചമങ്ങൽ തുടങ്ങിയവയും ഉണ്ടാകാം. രോഗലക്ഷണങ്ങൾ ആരംഭിച്ച് 1-2 ദിവസങ്ങൾക്കകം തന്നെ കോമ അവസ്ഥയിലെത്താൻ സാധ്യതയുണ്ട്. തലച്ചോറിനെ ബാധിക്കുന്ന എൻസെഫലൈറ്റിസ് ഉണ്ടാവാനും സാധ്യതയേറെയാണ്. തൊണ്ടയിൽ നിന്നും മൂക്കിൽ നിന്നുമുള്ള സ്രവം, രക്തം, മൂത്രം, തലച്ചോറിലെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്നിവയുടെ പരിശോധനയിലൂടെയാണ് വൈറസ് സാന്നിധ്യം കണ്ടെത്താനാവുക. റിയൽ ടൈം പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഉപയോഗിച്ച് വൈറസിനെ വേർതിരിച്ചെടുക്കാൻ സാധിക്കും. അസുഖം കൂടുന്ന ഘട്ടത്തിൽ എലൈസ പരിശോധനയിലൂടെയും തിരിച്ചറിയാൻ സാധിക്കും. മരണപ്പെട്ടവരിൽ ഇമ്മ്യൂണോ ഹിസ്റ്റോകെമിസ്ട്രി പരിശോധന നടത്തിയും വൈറസ് ബാധ കണ്ടെത്താനാകും. അസുഖം വന്നതിനു ശേഷമുള്ള ചികിത്സ ഫലപ്രദമാകണമെന്നില്ല. പ്രതിരോധമാണ് ഏറ്റവും പ്രധാനം. വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നും രോഗം പകരാതിരിക്കാൻ മുൻകരുതലെടുക്കണം. വൈറസ് ബാധയുള്ള വവ്വാലുകളുടെ കാഷ്ടം ശരീരത്തിനുള്ളിലെത്തിയാൽ അസുഖമുണ്ടാകാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കണം. വവ്വാലുകൾ ധാരാളമുള്ള സ്ഥലങ്ങളിൽ നിന്നും തുറന്ന കലങ്ങളിൽ ശേഖരിക്കുന്ന കള്ള് ഒഴിവാക്കുക. വവ്വാലുകൾ കടിച്ച കായ്ഫലങ്ങൾ കഴിക്കാതിരിക്കുക. വവ്വാൽ സാന്നിധ്യമുള്ളിടങ്ങളിൽ നിന്നെടുത്ത മാങ്ങ, പേരക്ക, ചാമ്പങ്ങ തുടങ്ങിയവയും ഒഴിവാക്കുക. രോഗബാധിതരിൽ നിന്നും വൈറസ് പടരാതിരിക്കാനും ശ്രദ്ധിക്കണം. രോഗിയുമായി 1 മീറ്ററെങ്കിലും ദൂരം പാലിക്കുക. രോഗി സമ്പർക്കത്തിന് ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക. രോഗിയുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുകയും ഉപയോഗിക്കുകയും വേണം. വസ്ത്രങ്ങളും മറ്റും പ്രത്യേകം കഴുകി ഉണക്കുക. രോഗം പടരാതിരിക്കാൻ ആശുപത്രി ജീവനക്കാരും മുൻകരുതലെടുക്കണം. രോഗലക്ഷണങ്ങളുമായി വരുന്ന എല്ലാ രോഗികളെയും ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിക്കണം. രോഗമുണ്ടെന്ന് സംശയിക്കുന്ന ആളുകളോട് സംസാരിക്കുമ്പോഴും പരിശോധിക്കുമ്പോഴും കയ്യുറകളും മാസ്കും ധരിക്കുക.
രോഗിയായിട്ട് വളരെ അടുത്ത് ഇടപഴകുന്ന ആൾക്കാർ മാത്രം നമ്മളെ ഈ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മളെ ദേഹം മുഴുവൻ മൂടിയ ടൈപ്പുള്ള ഈ കവർ ചെയ്തുള്ള കവറിങ്സ് ഉപയോഗിക്കണം. അത് രോഗിയായിട്ട് തൊട്ടടുത്ത് വന്നിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതും രോഗീൻ്റെ തുപ്പൽ തെറിക്കുക അങ്ങനെയുള്ള ആൾക്കാർ മാത്രം അത് ചെയ്താൽ മതി. നേഴ്സുമാരൊക്കെ തൊട്ടടുത്ത് പോകുന്ന ആൾക്കാർ, അതല്ലാതെ ഹോസ്പിറ്റലിൽ പോകുന്ന ആൾക്കാരോ രോഗീൻ്റെ അടുത്ത ബെഡിലുള്ള ആൾക്കാരോ അങ്ങനെയുള്ള ആൾക്കാരോ ഒന്നും മാസ്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല. കൈ വൃത്തിയായി കഴുകിയ ശേഷം മാത്രം കാര്യങ്ങൾ ചെയ്യുക, അതിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ. സാംക്രമിക രോഗങ്ങൾക്ക് സമാനമായ എല്ലാ മുൻകരുതലുകളും ഇത്തരം രോഗികൾക്കും നൽകുക. 2 രോഗികളുടെ കട്ടിലിനിടയിൽ 1 മീറ്റർ അകലമെങ്കിലും ഉറപ്പാക്കണം. ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പരമാവധി ഡിസ്പോസിബിൾ ആവുന്നതാണ് ഉത്തമം. പുനരുപയോഗം അനിവാര്യമാണെങ്കിൽ ശരിയായ രീതിയിൽ അണുനശീകരണം നടത്തണം. നിപ്പ വൈറസ് ബാധിച്ച് മരണമടഞ്ഞവരിൽ നിന്നും രോഗം പടരാതിരിക്കാനും മുൻകരുതലുകൾ ആവശ്യമാണ്. മൃതദേഹം കൊണ്ടുപോകുന്ന സമയത്ത് മുഖവുമായും ശാരീരിക സ്രവങ്ങളുമായും സമ്പർക്കമുണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. മുഖത്ത് ചുംബിക്കുക, കവിളിൽ തൊടുക തുടങ്ങിയ സ്നേഹപ്രകടനങ്ങൾ ഒഴിവാക്കണം. മൃതദേഹത്തെ കുളിപ്പിക്കുന്ന സമയത്ത് മുഖം മറയ്ക്കുക. മരണപ്പെട്ട വ്യക്തി ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, പാത്രങ്ങൾ തുടങ്ങിയവ സോപ്പോ ഡിറ്റർജന്റോ ഉപയോഗിച്ച് കഴുകുക. കിടക്ക, തലയിണ എന്നിവ പോലുള്ളവ സൂര്യപ്രകാശത്തിൽ കുറച്ചധികം ദിവസം ഉണക്കേണ്ടതാണ്. നമ്മൾ ഈ രോഗത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അതെപ്പോഴും ഒരു പ്രത്യേക ഏരിയയിൽ മാത്രമാണ് കണ്ടുവരുന്നത്. ആ ഏരിയയിൽ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് അവസാനിക്കുകയും ചെയ്യും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നിപ്പ വൈറസ് വ്യാപനം സംബന്ധിച്ച് ഒരിക്കലും പരിഭ്രാന്തരാകേണ്ടതില്ല. നവമാധ്യമങ്ങളിലെ തെറ്റായ സന്ദേശങ്ങൾ വായിച്ച് ആശങ്കപ്പെടാതെ ശരിയായ വിവരങ്ങൾ അറിയുക. ആവശ്യമായ മുൻകരുതലുകളെടുത്ത് വൈറസ് ബാധയെ നമുക്ക് ഒരുമിച്ച് പ്രതിരോധിക്കാം.